ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തത് ഗോതമ്പ് പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കൂടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയും ഉപ്പും പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് പശുമ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ആദ്യം തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാനിത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മാവ് ഒട്ടും തന്നെ ഡ്രൈ ആവാണ്ടിരിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു തുണി നനച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ കവർ ചെയ്ത് വെക്കുക. 10 മിനിറ്റിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കാം. കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കുറച്ച് പൊടി സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിനി ഇതിൻ്റെ ഈക്വൽ പോർഷൻസ് കട്ട് ചെയ്തെടുക്കാം. പൂരിക്ക് റെഡിയാക്കുന്ന ബോൾസിൻ്റെ സൈസിനെക്കാട്ടി ഒരു സൈസ് വലുപ്പത്തിൽ വേണം നമുക്ക് ഉണ്ടകൾ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം ഞാൻ ഈ ഉണ്ടകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് വീണ്ടും തുണി നനച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. പത്ത് മിനിറ്റിന് ശേഷം നമുക്കിനി ഉണ്ടകളൊക്കെ പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഓരോരോ ഉണ്ടകൾ എടുത്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചപ്പാത്തി പലകൻ്റെ മേലെയും പരത്തിയെടുക്കാം. ഇത് എത്ര നിങ്ങൾക്ക് തിന്നാക്കി പരത്താൻ പറ്റും അത്രയും തിന്നാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്കൊക്കെ നമുക്ക് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് യോജിപ്പിച്ചിട്ട് ഒരുമിച്ചിട്ടാക്കി വെക്കാം. ഇനി ഇത് നമുക്ക് ചുരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ചുരുട്ടിയെടുത്താൽ മതി. ഇനി എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ട് ചുരുട്ടി വെക്കാം. ഇനി നമുക്ക് നേരത്തെ ചുരുട്ടി വെച്ച മാവ് എടുത്തിട്ട് ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം. ഞാൻ റോളർ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അധികം പ്രഷർ ഇടാണ്ട് വേണം ഇത് പരത്തിയെടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം ഒട്ടിപ്പോവും. നിങ്ങൾക്ക് കൈകൊണ്ട് പരത്തുന്നതാണ് എളുപ്പമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പരത്തിയെടുക്കാം. പൂരിനെക്കാട്ടി ഒരു സൈസ് വലുപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. ഇപ്പം ഞാനിത് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈസിൽ വേണം നമുക്കിത് പരത്തിയെടുക്കാൻ. ഇനി ഒരു ചപ്പാത്തി തവ ചൂടാക്കിയിട്ട് അതിന് മേലെ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി പരത്തി വെച്ച പൊറോട്ട നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ പൊറോട്ടൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഈ പൊറോട്ടൻ്റെ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എത്ര പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ആവശ്യത്തിലധികം ഓയിലോ നെയ്യോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ പൊറോട്ട ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം കൈ വെച്ച് അടിക്കുന്നൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യണം.